100-200 രൂപയാണ് 10 രൂപ അടച്ചിരുന്ന കരം നമ്മൾ അടയ്ക്കേണ്ടത്. അത് മാത്രമല്ല വില്ലേജ് ഓഫീസിലെ എല്ലാ സേവനങ്ങൾക്കും ഇപ്പോൾ നമ്മൾ പണമടയ്ക്കണം. നമ്മൾ ഒരു കല്യാണ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്നും ഒരു ലോൺ എടുക്കണമെങ്കിൽ ആവശ്യമായ രേഖകൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ആ രേഖകൾക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ഇപ്പോൾ 2000-3000 രൂപ അടർത്തി മാറ്റി ചെമ്പാക്കി മാറ്റിയ വർഗീയതയ്ക്ക് നടമാടുവാൻ പരവതാനി വിളിച്ച രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾക്ക് മറുപടിയാകണം നിങ്ങളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ ഒരു വെള്ള പേപ്പറിൽ നമ്മളൊരു അപേക്ഷ എഴുതി കൊടുത്താൽ 1 രൂപ പോലും ഇല്ലാതെ PCC ക്ലിയറൻസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ അതിന് 700 രൂപയാണ് അടയ്ക്കേണ്ടത്. 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കിയ സംവിധാനമാണ് 0 രൂപയിൽ നിന്നും 700 രൂപയിലേക്കാണ് സംസ്ഥാനത്ത് ഒരു PCC ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈടാക്കുന്നത്. അത് മാത്രം പിണറായി വിജയന്റെ 10 വർഷത്തെ നേട്ടങ്ങളിൽ ഒന്നാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 580 രൂപ മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കഴിഞ്ഞ കാലങ്ങളിൽ 5 വർഷം കൂടുമ്പോൾ ഭരണ മാറ്റമുണ്ടാകാറുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് 10 വർഷമായി LDF ഭരിക്കും. ശക്തനായ DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അൽത്തർ അസീസ് അവർ, പൊതുവ്യവസായ പ്രസിഡന്റ് അൽത്തർ അസീസ്, അതുപോലെ കോൺഗ്രസിന്റെ വ്യാപാരി വ്യവസായ കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് മാറ്റത്തിന്റെ ശങ്കരമുഴങ്ങുവാൻ സമയമായി ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഇരുകുലത്തിന്റെ നായകൻ ഇരുകുലത്തിന്റെ ഈ വാഹനത്തിന് ശക്തി കേവലം നിയമസഭയിൽ എത്തിക്കുവാൻ വിഷ്ണുമോഹൻ കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേടുന്നു. അടുത്തതായി സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനായി